ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ കഥയിലുമുണ്ടൊരു കാര്യം, ഇതാണ് പൊതുവെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം കഥ പറയാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ദിനകരൻ സാറാണ്. സാർ തൃശ്ശൂർ സ്വദേശിയാണ്, തൃശ്ശൂര് തൃക്കൂർ സ്വദേശിയാണ്. കേരള തിയോസഫിക് സൊസൈറ്റി അതിന്റെ ദീർഘകാലമായിട്ടുള്ള മെമ്പറാണ്. 2016 മുതൽ ഇപ്പോഴും മെമ്പറായി സെക്രട്ടറി ആയിട്ട് നിലനിൽക്കുന്നു. അതുപോലെ 89 മുതൽ 92 വരെയുള്ള കാലഘട്ടങ്ങളിലും 2010 മുതൽ 13 വരെയുള്ള കാലഘട്ടങ്ങളിലും സെക്രട്ടറി ആയിരുന്നു. ധാരാളം ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ബുക്ക് കേരള സാഹിത്യ അക്കാദമി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായിരുന്നു. മകൾ ഡോക്ടർ ആതിര. ഗവൺമെന്റ് എംപ്ലോയി CSI കോർപ്പറേഷനിലെ എംപ്ലോയി ആയിട്ട് ജോലി ചെയ്തു, റിട്ടയർ ചെയ്തു. അതിനുശേഷം തിയോസഫിക്കൽ സൊസൈറ്റിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം ചെറിയ കഥകളൊക്കെ പറയുകയും എഴുതുകയും ചെയ്തു. സോ നിങ്ങൾ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ദിനകരൻ സാറിലേക്ക്. ദിനകരൻ സാർ, യു ആർ വെൽക്കം. ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് തുടങ്ങിക്കോളൂ. ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികളോട് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. ഇതിന്റെ ടൈറ്റിലാണ് എന്നെ അല്പം ആകർഷിച്ചത്, കഥയിൽ കാര്യം. പലപ്പോഴും നമ്മുടെ കഥകളൊക്കെ നമ്മളെ ഉറക്കാൻ പറയുന്ന കഥകളാണ്, മുത്തശ്ശി കഥകൾ പലതും. പക്ഷെ ആ കഥ മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് കുട്ടി ഉറങ്ങിപ്പോവും, അത്രേ ഉള്ളൂ. പക്ഷെ ഈ കഥകളൊന്നും തന്നെ, ഞാൻ ഉദ്ദേശിക്കുന്ന കഥകളൊന്നും നിങ്ങൾ ഉറക്കാനല്ല, നിങ്ങൾ കുറച്ച് കാര്യമായിട്ട് കേൾക്കണം എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഇടയ്ക്ക് വരുന്നവരാണെങ്കിലും ഈ ആ കേട്ട ഭാഗങ്ങളെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ എഴുതിയ ഒരു കഥ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കഥയുടെ പേര് കോരുക്ക്. ചെമ്പകശ്ശേരി രാജാവിൽ നിന്ന് തുടങ്ങി ചേർത്തല കാർത്തികേയനി ക്ഷേത്രം വരെയുള്ള ഐതിഹ്യങ്ങളെ വിവരിക്കുന്ന ബൃഹത് ഗ്രന്ഥമാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാല. 1909 പുറത്തിറങ്ങിയ ഗ്രന്ഥത്തിന് നിരവധി പതിപ്പുകൾ കഴിഞ്ഞ 115 വർഷത്തിനിടയ്ക്ക് ഉണ്ടായി. മനുഷ്യരെ കുറിച്ച് മാത്രമല്ല, അക്കാലത്തെ പ്രസിദ്ധരായ ഗജവീരന്മാരെ കുറിച്ചുമുള്ള ഐതിഹ്യങ്ങൾ ഇതിലുണ്ട്. രാജാവും തസ്കര വീരന്മാരും കവികളും പണ്ഡിതന്മാരും സിദ്ധന്മാരും വൈദ്യന്മാരും പാമ്പുകളും കുരങ്ങന്മാരും ഇതിലെ കഥാപാത്രങ്ങളാണ്. ഒരു അധ്യായത്തിൽ പ്രശസ്ത വൈദ്യന്മാരായ ആലത്തൂർ നമ്പിമാരുടെ കഥ പറയുന്നു. ഈ വൈദ്യന്മാരിൽ പ്രസിദ്ധനായ നമ്പി ക്ഷേത്ര ദർശനത്തിന് പോകുന്ന വേളയിൽ അരയാലിൻ കൊമ്പിലിരുന്ന് 2 പക്ഷികൾ കോരുക്ക് കോരുക്ക് എന്ന് ചിലക്കാറുണ്ടായിരുന്നു. ഡോർബെൽ ശബ്ദിച്ചപ്പോൾ ഞാൻ വായന നിർത്തി. കട്ടിലിൽ രോഗിയുടെ അടുത്തേക്ക് വാതിൽ തുറന്ന് ഡോക്ടറും സംഘവും കടന്നു വന്നു. ഹൗ ഈസ് ഷീ? എനി പ്രോബ്ലം? സർജറി കഴിഞ്ഞ രോഗിയുടെ സ്റ്റിച്ചിട്ട ഭാഗം ഡോക്ടർ പരിശോധിച്ചു. ഡോക്ടർ കൈ നീട്ടിയപ്പോൾ കൂടെയുള്ള സിസ്റ്റർ വിനയപൂർവ്വം സാനിറ്റൈസർ പകർന്നു നൽകി. കൂടെയുള്ള 4-5 പേർ സശ്രദ്ധം അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കാതോർത്തു. അദ്ദേഹത്തിന്റെ നീല യൂണിഫോമിലെ ചുവന്ന അക്ഷരങ്ങൾ ഞാൻ വായിച്ചെടുക്കാൻ ശ്രമിച്ചു. ഡോക്ടർ വൈദ്യനാഥൻ. തടിച്ച ശരീരമുള്ള ഡോക്ടറുടെ വയർ ഷർട്ടിനുള്ളിൽ നിന്നും വെളിയിൽ ചാടുമെന്ന് തോന്നിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖം ഒരു കുട്ടിയുടേതായിരുന്നു. പ്രായം നന്നേ കുറവാണെന്ന് തോന്നുന്നു. നേഴ്സ് മുമ്പിലേക്ക് നീട്ടിയ ഫയലിൽ അദ്ദേഹം എന്തെല്ലാമോ എഴുതി തിരിച്ചു നൽകി. സിസ്റ്റർ വീണ്ടും സാനിറ്റൈസർ ഡോക്ടറുടെ കൈകളിലേക്ക് പകർന്നു. ഷീ വിൽ ബി ഓൾ റൈറ്റ്. അമ്മ വിൽ ടേക്ക് കെയർ ഓഫ് യു. ഡോക്ടർ കുഞ്ഞിനെ പോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ സംഘം അടുത്ത മുറിയിലേക്ക് പോയി. കട്ടിലിന് സമീപത്തെ സ്റ്റാൻഡിൽ നിന്നും മരുന്ന് ലായനി തുള്ളി തുള്ളിയായി രോഗിയുടെ ശരീരത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നു. താഴെയുള്ള യൂറിൻ പാഡിലേക്ക് മൂത്രം വീണുകൊണ്ടിരിക്കുന്നു. കിടക്കയിൽ വെച്ചിരുന്ന മറ്റൊരു പാത്രത്തിൽ ഒരു ട്യൂബിലൂടെ രക്തം മെല്ലെ ചുവന്ന ഒരു രേഖ പോലെ ചാലിട്ടു. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞാൻ ഈ രോഗിയുടെ കൂട്ടിരിപ്പുകാരനായിട്ട്. പട്ടണത്തിൽ നിന്ന് മാറി സ്ഥിതി ചെയ്യുന്ന ഈ ആശുപത്രി അടുത്ത കാലത്ത്
വളർന്ന ഒരു ആത്മീയ ആചാര്യയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. നിരവധി ബഹുനില കെട്ടിടങ്ങളുള്ള ഈ ആശുപത്രി സമുച്ചയം എപ്പോഴും രോഗികളാൽ നിറഞ്ഞിരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ ഒരു ആശുപത്രിയേക്കാൾ ഇതൊരു സ്റ്റാർ ഹോട്ടലിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഭംഗിയായി ഉടുത്തൊരുങ്ങിയ പെൺകുട്ടികൾ നിങ്ങളെ സ്വീകരിച്ച് ആനയിക്കുന്നു. എപ്പോഴും പരിസരം ശുചിയാക്കുന്നു പരിചാരകർ. ഓരോ നിലയിലും ലഘുഭക്ഷണശാലകൾ, ചിത്രാലങ്കൃതമായ ഭിത്തികൾ, പൂന്തോട്ടങ്ങൾ, ശില്പങ്ങൾ, ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, ദേവീദേവന്മാരുടെ പ്രതിമകൾ. ഇതിനെല്ലാം പുറമെ എല്ലായിടത്തും ആശ്രമാധിപയായ അമ്മയുടെ ചിത്രങ്ങൾ നിറഞ്ഞു നിന്നു. ഡോർ ബെൽ അടിച്ചു. നേഴ്സാണ്. അവർ രോഗിയുടെ രക്തസമ്മർദ്ദവും ഊഷ്മാവും അളന്നു. സന്ധ്യയോടെ ആശുപത്രിയുടെ അകത്തളം ഒരു ആശ്രമമായി മാറും. അമ്മയുടെ പൂർണ്ണകായ ചിത്രത്തിന് മുമ്പിൽ വിളക്ക് കൊളുത്തി ഒരു കൂട്ടം ഭക്തർ ഭജന നടത്തുന്നു. ഭജനയുടെ അവസാനം പൂജാരി ചിത്രത്തിന് ആരതി ഒഴിക്കുന്നു. ഭക്തർക്ക് പ്രസാദമായി മധുരം നൽകുന്നു. മനുഷ്യോൽപത്തി മുതൽ ഉള്ള മാതൃദേവതാ സങ്കല്പം മഡോണയായും സാഗര റാണിയായും കന്യാമാതാവായും ദേവിയായും മനുഷ്യനെ സ്വാധീനിച്ചിരുന്നു. ഇന്ന് അത്തരം ചിന്തകൾ ഘനീഭവിച്ച് ഈ നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഞാൻ വീണ്ടും ഐതിഹ്യമാല കയ്യിലെടുത്തു. അരയാലിൻ കൊമ്പിൽ ഇരുന്ന പക്ഷികൾ കോരുക്ക് എന്ന് ചിലച്ചതിന്റെ അർത്ഥം പണ്ഡിതനായ ആലത്തോ നമ്പിക്ക് മനസ്സിലായി. രോഗമില്ലാത്തവൻ ആര് എന്നാണ് പക്ഷികൾ ചോദിക്കുന്നത്. നമ്പി മറുപടി നൽകി, കാലേ ഹിതമിത ഭോജി കൃതചംക്രമണ ക്രമേണ വമാശയ അവതൃത മൂത്രപുരീഷ സ്ത്രീഷു യഥാത്മാചയോ നരസ്വരുഖ്. ആ പക്ഷികൾ എങ്ങോട്ടോ പറന്നുപോയി. നമ്പിയുടെ മറുപടിയുടെ സാരം ഇതായിരുന്നു: വേണ്ടുന്ന കാലത്ത് ഹിതമായും മിതമായും ഭക്ഷിക്കുന്നവനും ഊണ് കഴിഞ്ഞാൽ കുറച്ച് നടക്കുകയും ഇടതുവശം ചെരിഞ്ഞ് കിടക്കുകയും ചെയ്യുന്നവനും മലമൂത്രങ്ങളെ തടുക്കാതെ വേണ്ടുന്ന സമയത്ത് വിസർജിക്കുന്നവനും സ്ത്രീകളിൽ അത്യാസക്തിയില്ലാത്തവനുമായിരിക്കുന്നത് ആരോ ആ മനുഷ്യൻ അരോഗിയായിരിക്കും. മയങ്ങിപ്പോയ ഞാൻ ഉണർന്നത് ശക്തമായ ഇടിവെട്ട് ശബ്ദം കേട്ടുകൊണ്ടാണ്. രാത്രിയോ പകലോ എന്നറിയാൻ വയ്യാത്ത അന്തരീക്ഷം. മേഘവിസ്ഫോടനം എന്ന് ടി വിയിൽ വിവരിച്ചത് ഇതാണോ? മഴ കോരിച്ചൊരിയുന്ന ആശുപത്രി കെട്ടിടം ഇടിവെട്ടിൽ വിറയ്ക്കുന്നു. ഞാൻ റൂമിന് വെളിയിൽ വന്നു. ശക്തമായ മഴ വരാന്ത നനയ്ക്കുന്നു. അവിടെ കൂടി നിൽക്കുന്ന നേഴ്സുമാരും ജീവനക്കാരും മെല്ലെ എന്തോ അടക്കം പറയുന്നു. എടിയേ, നമ്മുടെ വൈദ്യസാറ പോയി. അമർന്നു നിന്ന മറ്റേ നേഴ്സ്. ഇന്നലെ റൗണ്ട്സ് കഴിഞ്ഞ് ക്യാൻറ്റീനിൽ ചായ കുടിച്ചിരിക്കുമ്പോൾ കുഴഞ്ഞു വീണു. തിയേറ്ററിൽ കൊണ്ടുപോകാൻ ലിഫ്റ്റിൽ കയറിയപ്പോഴേ തീർന്നു. വൈദ്യനാഥൻ ആരാണ്? മഴയ്ക്ക് ശക്തി കൂടുന്നു. മഴയിലും കാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ 2 കിളികൾ ജനാലയിൽ വന്നിരുന്നു. ചിറക് കുടഞ്ഞു. അകത്ത് കട്ടിലിൽ മരുന്നിന്റെ ശക്തി കുറഞ്ഞപ്പോൾ രോഗി മെല്ലെ ഞരങ്ങുന്നു. അമ്മേ, അമ്മേ. ആദ്യ കഥ അവസാനിക്കുന്നു. സാർ അടുത്തോടെ പറഞ്ഞു. ഈ കഥയുടെ പേര് വന്ദേ മാതരം എന്നാണ്. കായലും കടലും കൈകോർത്ത് കിടക്കുന്ന ഈ ചെറുപട്ടണത്തിൽ പണ്ട് കാറ്റിന് പോലും കയറിന്റെ മണമായിരുന്നു. റാട്ടുകൾ തിരിയുന്ന ശബ്ദം അന്തരീക്ഷത്തിൽ കടൽക്കാറ്റിനൊപ്പം മുഴങ്ങിയിരുന്നു. പിന്നീട് ആ ശബ്ദം മുദ്രാവാക്യങ്ങൾക്ക് വഴിമാറി. പല നിറമുള്ള കുടികൾ പാതയോരങ്ങളിൽ പാറിക്കളിച്ചു. അവ മഴയും വെയിലുമേറ്റ് ജീർണിച്ചു. ഒടുവിൽ റാട്ടുകൾ നിശബ്ദമായി. തൊഴിലാളികൾ തൊഴിൽ തേടി അന്യ ജില്ലകളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും യാത്രയായി. അഴുക്കുചാലുകളായി മാറിയ തോടുകൾക്ക് മുകളിലെ പാലങ്ങൾക്ക് അവർ വിവിധ പേരുകൾ നൽകി. കോടതിപ്പാലം, ശവക്കോട്ടപ്പാലം, ഇരുമ്പുപാലം എന്നിങ്ങനെ. വള്ളംകളി കാണാൻ വന്ന വിദേശികൾ മൂക്കുപൊത്തിയും മാസ്ക് ധരിച്ചും പകൽ കൊതുകുകളിൽ നിന്ന് രക്ഷ നേടാൻ ക്രീമുകളും രാത്രിയിൽ കൊതുക് വലകളും കരുതി. തീവണ്ടി ആപ്പീസ് വന്നത് 30 കൊല്ലം മുമ്പാണ്. വണ്ടി വരാൻ ഇനിയും സമയമുണ്ട്. സ്റ്റേഷന്റെ മുമ്പിൽ പഞ്ചവാദ്യം, കമനീയമായി അലങ്കരിച്ച വേദി, വില്ലീസിട്ട ഇരിപ്പിടം, പൂക്കളം, ചുവന്ന പരവതാനി. എന്താ വിശേഷിച്ച്? ടിക്കറ്റ് കൗണ്ടറിലെ ക്ലാർക്കിന് എന്റെ ചോദ്യം ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നി. വേഗവണ്ടി വരുന്നത് അറിഞ്ഞില്ലായോ? അയാൾ ടിക്കറ്റ്
ടിക്കറ്റും ബാക്കി പണവും തിരിച്ചു നൽകി. എനിക്ക് അല്പം ജാള്യം തോന്നി. ചില കാര്യങ്ങൾ നാം എത്ര വൈകിയാണ് അറിയുന്നത്. കുറച്ചുനാൾ മുമ്പാണ് ആകാശപാലത്തിലൂടെ വേഗവണ്ടി വരുന്നു എന്ന് കേട്ടത്. മൈക്കിലൂടെ ഇപ്പോൾ കേൾക്കുന്നത് മറ്റൊരു വേഗവണ്ടി വരുന്നതിനെ പറ്റിയാണ്. പഞ്ചവാദ്യം മുറുകുന്നു. ബാഗ് ബെഞ്ചിൽ വെച്ച് ഞാൻ ഇരുന്നു. സർ, ആ വിളിയാണ് എന്നെ ചിന്തയിൽ നിന്നും ഉണർത്തിയത്. ഭക്ഷണം കഴിച്ചിട്ടും കുളിച്ചിട്ടും ദിവസങ്ങളായി എന്ന് തോന്നിച്ച ഒരു യുവതി. അവളുടെ തോളിലെ എയർ ബാഗിന് അവളെക്കാൾ പ്രായമുണ്ട് എന്ന് തോന്നി. അത്തരം ബാഗുകൾ ആരും ഇപ്പോൾ ഉപയോഗിക്കാറില്ല. മറ്റേ തോളിൽ മയങ്ങിക്കിടക്കുന്ന കുഞ്ഞു. അവൾ പറഞ്ഞു, സർ, ഒരു 50 രൂപ തന്ന് സഹായിക്കണം. ഞാനിവിടെ എല്ലാ മാസവും വരുന്ന ആളാണ്. ഉടമ്പടി എടുത്തിട്ടുണ്ട് സർ. അവിശ്വസനീയമായി നോക്കി എന്നോട് അവൾ തുടർന്നു. വണ്ടിക്കൂലി കൂട്ടിയത് ഞാൻ അറിഞ്ഞില്ല. നാട്ടിൽ പോകാൻ പൈസ തികയില്ല. തമിഴ് കലർന്ന മലയാളത്തിൽ അവൾ തുടർന്നു. ഉടമ്പടി അനുസരിച്ച് എല്ലാ മാസവും ഇവിടെ വന്ന് ധ്യാനിക്കും. അപ്പോഴാണ് കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവും മുൻ മന്ത്രിയുമായ ഒരാളിന്റെ ഭാര്യ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച കാര്യം മാധ്യമങ്ങളിൽ വായിച്ചത് ഞാൻ ഓർത്തത്. ഇവൾ എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്? കുഞ്ഞിന്റെ അച്ഛന്റെ മാറാവ്യാധി തീരാനോ, അതോ അവളെ ഉപേക്ഷിച്ച കാമുകൻ തിരികെ വരാനോ? എന്തായാലും ഇവൾക്ക് വലിയ ആഗ്രഹങ്ങൾ കാണില്ല. രൂപ വാങ്ങുമ്പോൾ അവൾ കയ്യിലെ നീലമണികളുള്ള മാല ചേർത്ത് പിടിച്ച് പറഞ്ഞത് ആവേ മരിയ എന്നായിരുന്നു. മനുഷ്യന് ആഗ്രഹങ്ങളും ദുഃഖങ്ങളും വ്യാധികളും ഇല്ലായിരുന്നെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളും മതസ്ഥാപനങ്ങളും എത്ര അപ്രസക്തമായേനെ. രാജ്യം അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ്. വേഗതയാർന്ന ഈ വണ്ടികൾ നമ്മുടെ സമ്പദ്ഘടനയെ വളർത്തും, പട്ടിണി മാറ്റും, തുല്യനീതിയും സമത്വവും നടപ്പിലാക്കും. മൈക്കിൽ നിന്നും പുതിയ വേഗവണ്ടിയെ വരവേൽക്കുന്ന വാചാപ്രസംഗം ഒഴുകി വന്നു. 1853 ഏപ്രിൽ 16 ബോറിബന്ദറിൽ നിന്നും താന വരെയുള്ള 34 കിലോമീറ്റർ ദൂരം ഓടി ചരിത്രം സൃഷ്ടിച്ച ഇന്ത്യൻ റെയിൽവേ ഇന്ന് 170 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. നാം അതിവേഗം പുരോഗമിക്കുകയാണ്. സർ, കീളെപ്പാര് ഒക്കത്തിൽ കൈക്കുഞ്ഞുമായി നിന്ന ആ യാചകി എന്നോട് ആവശ്യപ്പെട്ടു. അവർ കൈ നീട്ടുകയല്ല, താഴെ വീണ് കിടക്കുന്ന പേഴ്സ് ചൂണ്ടിയാണ് അവൾ പറഞ്ഞത്. താഴെ വീണ പേഴ്സ് കുനിഞ്ഞെടുക്കുമ്പോൾ ഞാൻ ഓർത്തു, ഇപ്പോൾ പറയേണ്ടത് ആവേ മരിയ എന്നോ വന്ദേ മാതരമെന്നോ. താങ്ക് യു. താങ്ക് യു സാർ. 2 കഥകൾ ഈ കാലഘട്ടത്തിന്റെ സ്പന്ദനങ്ങൾ ഉൾക്കൊള്ളുന്ന കഥകളാണെന്ന് തീർച്ചയായിട്ടും പറയാം. നമുക്ക് അതിന്റെ ചർച്ചകളിലേക്ക് പോകാം. റോയ്സ് സാർ തുടങ്ങാമോ? അതിൻ്റെ ആദ്യ കഥയില് ഇന്നത്തെ രോഗവും ചികിത്സാവിധികളെയാണ് പരാമർശിച്ചിരിക്കുന്നത്. ഹിതമായും മിതമായും ഭക്ഷിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രോഗങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നും ഇതെല്ലാം സുഭിക്ഷമായി കൈകാര്യം ചെയ്യുകയും എന്നാൽ മറ്റുള്ളവരെ ചികിത്സിക്കുകയും ചെയ്യുന്ന ഡോക്ടറുടെ ഒരു അവസ്ഥയാണ് ഇതിനകത്ത് കാണിച്ചു തന്നത്. അപ്പോൾ ഈ രോഗമില്ലാത്തവൻ ആര് എന്ന് ചോദിച്ചു ആണ് നമ്മുടെ കഥയുടെ പേരിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം എന്നാണ്. ഈ കോരിക്കെന്ന് പറയുന്ന ആ പക്ഷി ചലിക്കുമ്പോൾ രോഗമില്ലാത്തവരാര് എന്നാണ് ചോദിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. രോഗമില്ലാത്തവരെന്ന് പറയുന്നത് ഹിതമായും മിതമായും ഭക്ഷിക്കുകയും അതുപോലെ മാന്യമായ രീതിയിൽ ജീവിക്കുകയും ചെയ്താൽ രോഗങ്ങൾ ഉണ്ടാവുകയില്ല. പിന്നെ അതല്ലാതെ വരുന്നവർക്കാണ് രോഗം വരുന്നത്. അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞത് ഡോക്ടറെ തന്നെയാണ്. രോഗി ജീവിച്ചിരിക്കുന്നു, ഡോക്ടർ മരിച്ചു പോയതായിട്ടാണ് ഈ കഥയിൽ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. പിന്നെ അതാണ് എനിക്കതിൽ മനസ്സിലായത്. രണ്ടാമത്, ഇപ്പോഴത്തെ സ്റ്റാർ ഹോട്ടലിന് തുല്യമായുള്ള ആശുപത്രികളുടെ കാര്യങ്ങളൊക്കെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. അതല്ല ഇന്നത്തെ കാലഘട്ടത്തിലെ ഈ ആതുരാലയങ്ങളുടെയൊക്കെ ഒരു ഇമ്പോർട്ടൻസും
ഒക്കെ ഇത് തന്നെയാണ്. ഡോക്ടർ തന്നെ പറയുന്നുണ്ടല്ലോ, ചികിത്സിച്ച് ഇറങ്ങി പോകുമ്പോൾ അമ്മ വിൽ ടേക്ക് കെയർ ഓഫ് യു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മരുന്നുമൊക്കെ മറ്റുമൊക്കെ കൊടുത്തു. ഇനി ദൈവത്തിൻ്റെ കയ്യിലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതെല്ലാം ഇന്നത്തെ ആരോഗ്യ മേഖലയിലെ ചികിത്സാ സംവിധാനങ്ങളെയൊക്കെ വിമർശിക്കുന്ന ഭാഗമൊക്കെ എനിക്ക് തോന്നി. കാരണം അദ്ദേഹം പറഞ്ഞതൊന്നും ശരിയാ. 5 സ്റ്റാർ ഹോട്ടലിൻ്റെ സ്റ്റൈലിലാണ് ഇന്നത്തെ ആതുരാലയങ്ങൾ. ഇത് ഒരു ബിസിനസിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എങ്കിലും ഇത് കഥയിലൂടെ അങ്ങനെ പറ്റും. അപ്പോൾ ഇതിലൊക്കെ പ്രധാനമായി കാണുന്നത് മര്യാദയ്ക്ക് മാന്യമായ രീതിയിൽ ഭക്ഷിക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അസുഖങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഈ അസുഖങ്ങൾ വരുന്നത്. അപ്പോഴാണ് ഈ 5 സ്റ്റാർ സ്റ്റൈലിലൊക്കെ ആശുപത്രികൾ ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നൊക്കെയാണ് പറഞ്ഞതെന്നിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കഥ പറയുന്ന വന്ദേമാതരം, അതൊരല്പം എനിക്ക് തോന്നുന്നു ഈ ആലപ്പുഴ മറ്റേ സൈഡൊക്കെ ആയിരിക്കും ആ സ്ഥലം എന്നിരിക്കുന്നത്. കയറിൻ്റെ മണമുള്ള പ്രദേശമെന്നാണ് അദ്ദേഹം ആദ്യം സൂചിപ്പിച്ചു വന്നത്. പിന്നെ ഈ കയറിൻ്റെ മണം മുദ്രാവാക്യത്തിന് വഴിമാറി എന്ന് പറയുന്നത്. അപ്പോൾ സംഘടനാ ശക്തികളും മറ്റതും ഒക്കെ വന്നപ്പോൾ ആ ഭാഗം കുഴഞ്ഞു പോയെന്നും പിന്നെ റെയിൽവേയുടെ പുരോഗതിയും ആ പുരോഗതിയിൽ നഷ്ടപ്പെട്ടു പോയ കുറേ കാര്യങ്ങളും ഒക്കെ പോയിന്റ് ഔട്ട് ചെയ്യുകയും ചെയ്തേക്കുന്നത്. അപ്പോൾ ഒന്ന് ഈ ദുഃഖങ്ങളില്ലെങ്കിൽ ഈ പറയുന്ന ഭക്തിയും അതുപോലെ തന്നെ ധ്യാന കേന്ദ്രങ്ങളുടെ ഒന്നും ആവശ്യമില്ലെന്നും ഈ ദുഃഖങ്ങൾ പേറുന്ന ആളുകളെ ആശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ധ്യാനകേന്ദ്രങ്ങളും മറ്റും ഉണ്ടാക്കുന്നതും അങ്ങനെ ധ്യാനകേന്ദ്രത്തിലൂടെ ഉണ്ടായ ഒരു ആശുപത്രിയെയാണ് അദ്ദേഹം ചിത്രീകരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ അത് ആണ് പ്രധാനമായിട്ട് കണ്ട എനിക്ക് ഭാഗം തോന്നിയത്. പിന്നെ ഈ വന്ദേമാതരത്തിന് പകരം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ആ മെലിഞ്ഞ സ്ത്രീയെ വണ്ടി ടിക്കറ്റ് റേറ്റ് കൂടിയതുകൊണ്ട് കാശ് തികയാതെ വന്നപ്പോൾ 50 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഭിക്ഷ യാചിക്കുന്നവരെ ചോദിച്ച കാര്യവും ദുഃഖങ്ങൾ ഈ പ്രധാനമായും ഇതിനകത്ത് എനിക്ക് മനസ്സിലായത് ഈ മനുഷ്യന് മരണഭയവും അതുപോലെ തന്നെ ദുഃഖങ്ങളും അതുമൊക്കെ വരുമ്പോഴാണ് ഈ പറയുന്ന ദാനകേന്ദ്രം അല്ലെങ്കിൽ ഭക്തി മറ്റതൊക്കെ ആവശ്യമായി വരുന്നത് എന്നാണ് എനിക്ക് ഇതിന് മനസ്സിലായത്. ഏതായാലും അത്യന്യാധികമായ രീതിയിലുള്ള ഒരു കഥയുടെ പ്രസൻറ്റേഷൻ, അതിനകത്തുനിന്ന് വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെയാണ് കൂടുതൽ ആശയങ്ങൾ കഴിയും തോന്നുക. എനിക്കിതൊക്കെയാണ് തോന്നിയത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. ഉലയനൻ സാർ. രണ്ട് കഥകളാണ് സാറ് നമുക്കായി സംഭാവന ചെയ്തത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എഴുത്തിൻ്റെ ഒരു ശൈലിയുണ്ട്. വളരെ ശാന്തമാണ്, വളരെ ശാന്തമായിട്ടൊരു ശൈലിയാണ്. എല്ലാ കഠിനമായ വാക്കുകളെ കൊണ്ടോ അങ്ങനെയുള്ളൊരു രീതിയിലല്ല സാർ അത് നമുക്ക് മുൻപിലേക്ക് തന്നത്. സ്വയം എഴുതിയ ആ കഥ അദ്ദേഹം തന്നെ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ആ എഴുത്തിന്റെ വികാരങ്ങളും കഥയുടെ അന്തസത്തയും ഒട്ടും കുറയാതെ തന്നെ നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ കഥ മറ്റൊരാളാണ് പറയുന്നതെങ്കിൽ എഴുത്തുകാരൻ്റെ ഉള്ളിലുള്ള ആ വികാരം പൂർണ്ണമായും ചിലപ്പോൾ പുറത്തേക്ക് വന്നില്ല എന്ന് വരും. രണ്ട് കഥകളിൽ ആദ്യത്തെ കഥ യഥാർത്ഥത്തിൽ ഇന്നത്തെ മനുഷ്യജീവിതത്തിന്റെ നേർചിത്രമാണ് അദ്ദേഹം കാണിച്ചത്. എന്തൊക്കെ എനിക്ക് വേണമെങ്കിലും വേണ്ട എങ്കിലും ആഹരിച്ച് തൃപ്തി അടയുന്നൊരു മനുഷ്യൻ അവന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ഒന്നും ആഹരിക്കാൻ പറ്റാതെ മരുന്നെന്ന മന്ത്രവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. ആ കിളികളുടെ ശബ്ദം,
കിളികൾ നമ്മളോട് എന്തോ പറയുന്നുണ്ട്. അപ്പൊ ആദ്യ കാലഘട്ടത്തില് അതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമൊന്നും നമുക്കില്ല. നാം ഓട്ടത്തിലാണ്. അപ്പൊ നമ്മുടെ ഓട്ടം കഴിയുന്ന ആ ഒരു സമയത്ത് രോഗാതുരനായി മാറുകയാണ് നമ്മൾ. ചികിത്സയിലേക്ക് നീങ്ങുകയാണ്. അവിടെ നമ്മൾ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. അദ്ദേഹം അതിനകത്തൊരു വരി പറയുന്നുണ്ട്, രക്തം പതുക്കെ പതുക്കെ വളരെ ശാന്തമായി ആ ശരീരത്തിലേക്ക് കയറുന്നു എന്ന്. ജീവനുള്ള ആ രക്തം നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് കടം കൊണ്ട് നമ്മളിലേക്ക് കയറ്റിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥ. അവിടെയൊക്കെ തന്നെ നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരവസ്ഥയാണ് നൽകുന്നത്. നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ശൈലിയെക്കുറിച്ച് ചിന്തിക്കുക എന്നാണ്. അപ്പൊ ജീവിതശൈലിക്ക് മാറ്റം വരുമ്പോൾ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാം എന്ന് അദ്ദേഹം പറയുന്നു. അരവയർ ആഹരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് സംതൃപ്തി ലഭിക്കുന്നുണ്ട് എങ്കിൽ രോഗത്തിൽ നിന്ന് അയാൾ മുക്തനായി മാറിക്കൊണ്ടിരിക്കും. പലർക്കും അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും എന്തെങ്കിലും കഴിക്കണം. അവിടെ ഒരു ആസക്തിയുടെ, നമ്മുടെ നാവിൻ്റെ ഒരാസക്തി, പഞ്ചേന്ദ്രിയങ്ങളുടെ ആസക്തികൾ പൂർത്തിയാക്കാൻ നമ്മുടെ ഓട്ടമാണ് നമ്മളെ രോഗിയാക്കുന്നത്. അധികമായ എല്ലാറ്റിനെയും നിർത്തി അതിസമൃദ്ധമായി മുന്നോട്ട് പോകുന്നതിനു പകരം കൃത്യമായ ഒരു ചലനം നമ്മുടെ രോഗത്തിൽ നിന്ന് രോഗാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകാതിരിക്കാൻ സഹായിക്കുമെന്നും ആദ്യത്തെ കഥയിൽ നമ്മളോട് അദ്ദേഹം പറയാതെ പറയുന്നു. ആ ഡോക്ടറുടെ മരണമാണ് അതിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു അന്ത്യം കുറിക്കാനായിട്ട് കഴിയുന്നത്. വൈദ്യൻ പോയി കഥ അവസാനിപ്പിക്കുമ്പോൾ അത് നല്ലൊരു അവസാനമായിട്ടാണ് തോന്നിയത്. രണ്ടാമത്തെ കഥയിലേക്ക് വരുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം ഇതാണ്. നാം തെറ്റുകൾ ചെയ്യുന്നു. നമ്മുടെ മുന്നിൽ ദൈവമോ അല്ലെങ്കിൽ അധികാരികളോ ഒക്കെ തന്നിട്ടുള്ള നിയമശാസനകൾക്ക് അതീതമായി അതിനപ്പുറത്ത് നാം തെറ്റുകൾ ചെയ്യുമ്പം പിന്നെ നമ്മളെ രക്ഷിക്കാൻ ഓടുന്ന ഓട്ടമാണ് ധ്യാനകേന്ദ്രങ്ങളും മതസ്ഥാപനങ്ങളും പ്രാർത്ഥനകളും എല്ലാം. അതൊന്നും വേണ്ടെന്ന് പറയുന്നില്ല. ഇതിൻ്റെ അതിപ്രസരം ഒന്നിനൊന്ന് ഓരോ ദിവസവും കൂടുതൽ അതിലേക്ക് കയറിപ്പോകാനുള്ള കാരണം എൻ്റെ സുഖാസക്തിയിൽ ഞാൻ ചെയ്ത തെറ്റുകളുടെ ഫലമാണ്. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ഒരു ആശ്വാസം ലഭിക്കാനുള്ളൊരു ഓട്ടമാണ് അത്. രണ്ട് കഥകളും ഹൃദ്യമായിരുന്നു. ഏറ്റവും നല്ല രണ്ട് സന്ദേശങ്ങൾ നമുക്ക് ഈ കഥകളിലൂടെ തന്നു. സർ, നന്ദി, ഒത്തിരി നന്ദി. രസകരമായിരുന്നു. താങ്ക് യു സർ. Okay. ഹരിഹരൻ സർ, കഥ കേട്ടോ? അൺമ്യൂട്ട് ചെയ്യൂ സർ. ഹരിഹരൻ സർ. ആദ്യം ദിനകരൻ സാറേ നമസ്കാരം. നമസ്കാരം. ഹരിഹരൻ, അനന്താരോഡ്. അറിയാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാനിവിടെ എന്റെ വകയായിട്ട് തിയോസഫിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കി, ഒന്ന് രണ്ട് ടോക്ക് കൊടുത്തിട്ട്. പക്ഷെ ഇവരുടെ അടുത്തൊക്കെ റിക്വസ്റ്റ് ചെയ്തു ഒരു കോട്ടയത്തൊന്ന് തിയോസഫി തുടങ്ങാൻ. ഓക്കെ, അത് ഔട്ട് ഓഫ് വേ. പക്ഷെ സാറിന്റെ കഥ ഞാൻ ആദ്യത്തെ കഥ കേൾക്കാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നപ്പോഴാണ് ഫോൺ കാൾ ഒന്ന് ഇവിടെ സാറിന്റെ ആണെന്ന് ക്ലാസ് കൊണ്ടുവന്നത്. ഒരു കാര്യം ഞാൻ അവസാനമേ കേട്ടുള്ളൂ. രണ്ടാമത്തെ കഥയിൽ ലാംഗ്വേജ് വളരെ സിമ്പിൾ ലാംഗ്വേജ് ആയിരുന്നു. ഇത് വേറൊരു കാര്യം, എങ്ങനെ വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. നമ്മുടെ സൗകര്യം പോലെ, നമ്മുടെ മനോഗതി പോലെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. ഇന്റർപ്രറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്യാരക്ടർ. ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ വേറെ ആൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് വ്യത്യാസം വരുന്നതെങ്കിൽ നമ്മുടെ ക്യാരക്ടറിന്റെ ഡിഫറൻസ് ആയിരിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ ഔട്ട്ലുക്കിന് ഡിഫറൻസ് ആയിരിക്കും.
അതുകൊണ്ട് there is scope for interpretation, multiple interpretation by people depending upon their outlook and character. രണ്ടിനും അതേ സമയത്ത് ആദ്യത്തെ കഥ ഞാൻ കേട്ട് രണ്ടാമത്തെ കഴിയുമ്പോൾ ഇറ്റ് ഹാസ് ഗോട്ട് എ മെസ്സേജ് ഫോർ ദി പബ്ലിക്. സി നിങ്ങൾ ഈ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറ്റ് എ കോസ്റ്റ്. പിന്നെ വേറൊന്ന് കാണിക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് സാറ് പറഞ്ഞു, ആ പേഴ്സ് വീണപ്പോ പാവപ്പെട്ട ആ സ്ത്രീ സാറെ താഴെ നോക്ക്, തെക്കേ പാരുക്കോ എന്ന് പറഞ്ഞു താഴെ നോക്കെന്ന് പറഞ്ഞത്. ദാറ്റ് ഷോസ് ഹൗ ഈ സാധാരണക്കാരൻ എത്ര ഓണസ്റ്റ് ആണെന്നുള്ളത് കാണിക്കുന്നതാണ്. ഉണ്ടാവാം അവർക്കാണെങ്കിൽ. ഇപ്പം താൻ നന്ദി മാത്രമല്ല, അദ്ദേഹത്തിന്റെ കാശ് അങ്ങ് അവർ നന്ദിയോട് പറയാണ്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഒരു സാഹിത്യകാരനൊന്നുമല്ല. ഏതായാലും ദിനേശൻ സാറിനെ വിടരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് ഡോക്ടർ സാബു എടുത്ത് എനിക്ക് പറയാനുള്ളത്. ഈസ് കേപ്പബിൾ ഓഫ് ഗിവിംഗ് ലോട്ട് ഓഫ് ടോക്സ് തിയോസഫിയെ പറ്റിയും ഒരാൾക്കാരും കൊണ്ടുവരുന്നതാണ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, വേറെ ഇനി ആരാ? അനുവിന്ദ കേക്കാവോ? സർ, താങ്ക് യു സർ. ഞാൻ ഒന്നാമത്തെ കഥ കുറച്ച് ഭാഗം കഴിഞ്ഞപ്പോഴാണ് ജോയിൻ ചെയ്തത്. അപ്പോ ഇപ്പോ ഫീഡ്ബാക്ക് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഡോക്ടറാണ് മരണപ്പെട്ടത് എന്നുള്ള രീതിയിൽ. അതില് സർ പറഞ്ഞ ഐതിഹ്യമാലയിലെ കോട്ട് വളരെ പ്രസക്തമായി തോന്നി. അതായത് നമ്മള് ആവശ്യമുള്ളത് കൃത്യമായ രീതിയിൽ, അതായത് അമിതമായി കഴിക്കാതെ ഭക്ഷണം ശ്രദ്ധിക്കുകയാണെങ്കിലും, അതേപോലെ ഭക്ഷണം കഴിച്ച് നടക്കുകയാണെങ്കിൽ, പിന്നെ ഇടതുവശമാണെന്ന് തോന്നുന്നു ഇടതുവശം ചേർന്ന് ചെരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ, പിന്നെ സ്ത്രീകളുടെ മുകളിൽ അമിതമായ ആസക്തി ഇല്ലെങ്കിലൊക്കെ രോഗമില്ലാത്തവനായി ജീവിക്കാമെന്നുള്ള ഐതിഹ്യമാലയിലെ കോട്ട് അത് വളരെ പ്രസക്തമായി തോന്നി. അതേപോലെ ഇപ്പോ ഈ ഭക്തിയുടെ പേരിൽ തുടങ്ങുന്ന ഒരുപാട് ആശുപത്രികള്, അതിന്റെ പേരിൽ വളരെ ലക്ഷൂറിയസ് ആയിട്ട് ആശുപത്രികൾ പണിയുകയും അത് അവരുടെ ചാരിറ്റി ആണെന്നുള്ള നിലയിൽ അത് കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലികമായ ഒരു കാര്യത്തെ വളരെ ഒരു ആക്ഷേപ രീതിയിൽ അവതരിപ്പിച്ചതായിട്ട് എനിക്ക് തോന്നി. അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ കഥയും, വന്ദേ ഭാരതം. അപ്പൊ അതിന്റെ ഒരു രക്തചുരുക്കം എന്ന് പറയുന്നതും ഇത്തരത്തിലുള്ള ഒരു സെറ്റർ അല്ലെങ്കിൽ ആക്ഷേപഹാസ്യമാണെന്ന് എനിക്ക് തോന്നി. അതായത് ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞാലും ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന സമൂഹം ആ രീതിയിലേക്ക് വളരുന്നുണ്ടോ, അവരുടെ ഒരു നാട്ടിൽ നിന്ന് മറ്റു നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പൈസ കൂടുകയും അപ്പൊ അതിന് ഒരു 50 രൂപക്ക് വേണ്ടി മറ്റൊരാളോട് കൈ നീട്ടേണ്ട ഒരു സാഹചര്യമാണ് അവിടെ എത്തുന്നത്. അപ്പോ കുതിച്ചു പായുന്നുണ്ടെങ്കിലും ഒരു സൈഡില് ബേസിക് ആയിട്ടുള്ള ജീവിവർഗം അവിടെ തന്നെ നിലനിന്ന് പോവുകയാണ്, അല്ലെങ്കിൽ അവര് ഉയർന്നു വരുന്നില്ല എന്നുള്ള ഒരു ചൂണ്ടിക്കാണിക്കൽ കൂടി അതിന്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായി. അപ്പൊ വളരെ മനോഹരമായ ഭാഷയിലാണ് ദിനേരൻ സാറ് കഥകൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ എല്ലാവിധ ആശംസകളും. നമ്മൾക്ക് വന്ന് പ്രസന്റ് ചെയ്ത് തന്നതിന് സാറിനോട് ഒരുപാട് നന്ദി പറയാണ്. താങ്ക് യു സാർ. ഓക്കെ, ഇനി ആരാ ഉള്ളത്? Anybody else? ജോർജ് സാർ ഉണ്ടോ? അബ്ദുറഹീം സാർ? ഓക്കെ, സോ തീർച്ചയായിട്ടും നമ്മൾ കേട്ട അവലോകനത്തിൽ വളരെ കൃത്യമായിട്ട് എന്താണ് കഥയിലൂടെ കടന്നു പോകുന്നതെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി തീർച്ചയായിട്ടും നമുക്ക് ദിനേരൻ സാറിനെ വിളിക്കാം. ദിനേരൻ സാർ, ഞങ്ങൾ പറഞ്ഞ ആശയത്തിൽ നിന്ന് വ്യത്യസ്തമായി സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. രണ്ട് കഥകളിൽ എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്, ഇന്ന് മുഴുവൻ കേൾക്കാൻ സാധിക്കാത്ത സുഹൃത്തുക്കൾ നാളെ ഇതിന്റെ റെക്കോർഡഡ് വേർഷൻ കേൾക്കണമെന്നുകൂടെ. അത് ഒരു കഥയുടെ, ഞാൻ പറഞ്ഞല്ലോ, ഈ പഴയ കാഥികന്മാർ പറയുന്ന ഡയലോഗ് ഞാൻ പറഞ്ഞില്ല എന്നുള്ളൂ. ഈ കഥയിൽ ഒരു വരിയോ ഒരു വാക്കോ വിട്ടുപോയാൽ നിങ്ങൾക്ക് പലതും നഷ്ടപ്പെടും എന്നൊക്കെ പറയും. അതുപോലെ ഒന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും കഥ തുടക്കം മുതൽ കേട്ട് കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടെ അതിൻ്റെ ഒരു മൂഡ് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ രണ്ട് കഥകളും അനുഭവത്തിന്റെ ഒരു വെളിച്ചത്തിൽ എഴുതിയ കഥകളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഹൃദ്യമായെന്ന് എനിക്ക് തോന്നി. ഇത് ലാസ്റ്റ് എഴുതിയ കഥ
കഴിഞ്ഞ മെയ് മാസം അവസാനം ഞാൻ അവിടെ ചെലവഴിച്ച നിമിഷങ്ങളെ കുറിച്ചാണ്. ആശുപത്രിയിൽ ഞാൻ തന്നെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ്. ഇപ്പൊ അനുഭവത്തിന്റെ ഒരു ടച്ച് അതിൽ കാണും. രണ്ടാമത്തെ കഥയും ഈ പറഞ്ഞ പോലെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുണ്ടായ ഒരു സംഭവമാണ് കഥയ്ക്ക് വിഷയമാക്കിയത്. അതിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്കറിയുന്നതിൽ വളരെ സന്തോഷം. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ ശ്രോതാക്കളിലേക്ക് എത്തി എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങളുടെ ഈ പരിപാടി വളരെ ഭംഗിയാണ്. എന്ന് വെച്ചാൽ കഥയിൽ ഒരു സന്ദേശം വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്തരം 2 കഥകൾ ഇപ്പൊ പെട്ടെന്ന് തെരഞ്ഞെടുത്തത്. ഇനി മറ്റൊരു അവസരത്തിൽ നമുക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ കോവിഡ് കാലത്ത് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് കഥ പറയാൻ തുടങ്ങിയ ഒരു യത്നമാണിത്. അന്ന് കൂട്ടുകാരെ കാണൽ പഴയൊരു ക്രൈസ്റ്റ് കോളേജിൽ ഞാലക്കുടിയാണ് ഞാൻ പഠിച്ചത്. അന്ന് 1980 ഞങ്ങൾ കോളേജ് വിട്ടത് ബാച്ച്. പിന്നെ അതിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ കോളേജ് കഥകളും മറ്റുമൊക്കെ എഴുതി അങ്ങനെ തുടങ്ങിയപ്പോൾ ആളുകൾ പറഞ്ഞു നിർത്തണ്ട, തുടരൂ ഈ എഴുത്ത് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ലേഖനമെഴുത്തും ചരിത്രമെഴുത്തും തിയോസഫിയും ഒക്കെ ഇടയ്ക്ക് കിട്ടുന്ന, അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ഇടവേളയിൽ ഇത്തരം വാട്സപ്പ് കഥകൾ പ്രചരിപ്പിച്ചത്. എന്തായാലും നിങ്ങൾ ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടെ നന്ദി. കേൾക്കാൻ മുഴുവൻ സാഹിത്യ അക്കാദമി പബ്ലിഷ് ചെയ്ത ബുക്കിനെ കുറിച്ചും കൂടെ ഒന്ന് പറയും. അത് കേരളത്തിലെ തന്നെ അത്തരം ഇപ്പൊ ഈ കുറച്ച് അല്പം നേരത്തെ ഈ മീറ്റിങ്ങിന് വരുന്നതിന് മുമ്പ് തന്നെ കോഴിക്കോട് നിന്നൊരു ഒരു ഹിസ്റ്ററി സ്റ്റുഡന്റിനെ വിളിച്ചു അവരുടെ തീസിസിന് പുസ്തകം വേണമെന്ന് പറഞ്ഞിട്ട്. ബ്രഹ്മവിദ്യാസംഘവും കേരള നവോത്ഥാനവും എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അത് സാഹിത്യ അക്കാദമിയാണ് പ്രസിദ്ധീകരിച്ചത്. കേരളത്തിലെ തിയോസഫിക്കൽ സൊസൈറ്റി പ്രസ്ഥാനം ചെയ്ത സംഭാവനകളെ കുറിച്ച് ലഘുവായിട്ട് വിവരിക്കുന്ന ഒരുപക്ഷെ ഒരു റിസർച്ച് ഗൈഡ് എന്ന് പറയുന്ന തരത്തിലുള്ള ബുക്കാണ്. അത് ഒരുപാട് റെഫറൻസുകൾ കൊടുത്തിട്ടുണ്ട്. ആ പുസ്തകം ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ ചില പുസ്തകങ്ങള് ആനി ബെസന്റെ തിയോസഫിക് ലൈഫ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രവർത്തനങ്ങൾ. കൂടാതെ ഈ പറഞ്ഞ പോലെ സംഘടനാപരമായ പ്രവർത്തനങ്ങള്, യാത്രകള്, മറ്റ് തിയോസഫിസ്റ്റ് അതുപോലത്തെ മാസികൾ, ഇംഗ്ലീഷ് ലേഖനങ്ങൾ എഴുത്ത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ, ഒരു റിലാക്സ്ഡ് മൂഡിൽ ഇരിക്കുമ്പോൾ എഴുതുന്ന അതാണ് ഈ കഥകൾ. ചിലപ്പോൾ അത് നിങ്ങളെ ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും. ഇത്തരം ചില കഥകൾ വായിച്ചിട്ട് പലരും അത് വളരെ ഞാൻ വളരെ വിഷമിച്ചു പോയി വായിച്ചിട്ടെന്ന് പറയാറുണ്ട്. എന്തായാലും നിങ്ങളെ തുടക്കത്തിൽ വന്ന് തന്നെ നിങ്ങളെ സങ്കടപ്പെടുത്തണ്ട, നിങ്ങളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഈ 2 സമകാലിക വിഷയങ്ങളെ സംബന്ധിക്കുന്ന 2 കഥകൾ പറഞ്ഞു. എൻ്റെ നമുക്ക് പിരിയാനുള്ള സമയമായി തോന്നുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇതിന്റെ നെറ്റും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വളരെ നന്ദി ശ്രമിച്ച ആൾക്കാർക്കും സംഘടിപ്പിച്ചവർക്കും. താങ്ക് യു. തീർച്ചയായും സാർ, അത് സാധാരണ നമ്മൾ വിശകലനം ചെയ്യാൻ 2-3 പേരും കൂടെ ഒക്കെ വരുന്നതായിരുന്നു, അവർ എത്തിയിട്ടില്ല. അത് കാരണം തീർച്ചയായിട്ടും അവര് കേട്ടതിന് ശേഷം അവരുടെ അഭിപ്രായം പറയുമ്പോൾ തീർച്ചയായിട്ടും അറിയിക്കാം. താങ്ക് യു ദിനകരൻ സാർ, വളരെ സന്തോഷം. നാളെ നമുക്ക് മൈൻഡ്ഫുൾനെസിന്റെ ഡേ ആണ്. ആന്റണി പുത്തമ്പറയ്ക്കൽ സാർ മൈൻഡ്ഫുൾനെസ് ഡേ. ഹരിഹരൻ സാർ നമസ്കാരം. അപ്പോൾ വെള്ളിയാഴ്ച സാറിന്റെ ക്ലാസ് ഉണ്ട്, കണ്ണൻ സാറിന്റെ ക്ലാസ് ഉണ്ട്. സാർ അൺമ്യൂട്ട് ചെയ്യും. കേൾക്കുന്നില്ല. അൺമ്യൂട്ട് ചെയ്യും, കേൾക്കുന്നില്ല. എന്താ സാർ? ഇല്ല, ഞാൻ ഹലോ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ദിനകരൻ സാർ. ഹരിഹരൻ സാർ പറയുന്നത് കേൾക്കുന്നില്ല. ഹരിഹരൻ സാർ അല്ല, ഞാൻ കഴിഞ്ഞൊരു 3 മാസമായിട്ട് ഇപ്പം ഒളിച്ചു കിടക്കുക നിങ്ങളെ. അല്ലെ, ക്ലാസ്സിൽ കയറാതെ നടക്കുക എന്ന് പറയാ. അതിന് നമുക്ക് സങ്കടമൊന്നുമില്ല. അല്ല, എനിക്ക് സങ്കടമുണ്ട്. കാരണം വെച്ചാല് ഒരു 10-20 ക്ലാസ് ഒക്കെ എടുത്തോണ്ടിരുന്നിട്ട് ഭയങ്കര മടി. ഇപ്പൊ ഓരോ ലൈഫിലെ സ്റ്റേജ് വരുമ്പോ അങ്ങനെയാണ്. വെള്ളിയാഴ്ച ശ്രീ കണ്ണൻ സാറിന്റെ ക്ലാസ് ഉണ്ടല്ലോ, 29th 27-ാം തീയതി 29th. അന്ന് ഫൈനൽസ് ഉണ്ട്. ഫൈനൽസ് ഉണ്ട്, മാറ്റി വയ്ക്കാൻ പറ. ഫൈനൽസ് മാറ്റാം, നമുക്ക് അതിന്റെ കൂടെ കാണാൻ. ക്ലാസ് മാറ്റി വയ്ക്കാം, ഫൈനൽസ് മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ താങ്ക് യു റോയ് സാർ. വളരെ നന്ദി എന്നെ വിളിച്ചറിയിച്ചേ കേട്ടോ. വളരെ നന്ദി. ഓക്കെ, തീർച്ചയായും താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. സീ യു. ഗുഡ് നൈറ്റ്.